പല ആളുകൾക്കും പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഒരു വലിയ പ്രശ്നമാണ് കാലിലെ ഞരമ്പുകൾ തടിച്ചു വരിക, വാരിക്കോസ് വെയിൻ വരിക, കാലിൽ നീര് വരിക, കടച്ചിൽ വരിക, കടുത്ത അസ്വസ്ഥത. ഇതിന്റെ ഒരു പ്രധാന കാരണം കാലിലെ ചീത്ത രക്തം ഒഴുകുന്ന വെയിനുകളിലെ രക്തപ്രവാഹം പതുക്കെയാവുന്നതാണ്. കാലിലേക്കുള്ള ശുദ്ധരക്തം താഴോട്ട് പോകാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ തിരിച്ച് ആ രക്തം വെയിനിലൂടെ മുകളിലോട്ട് എത്തണമെങ്കിൽ പ്രധാനമായിട്ടും കാലിലെ മാംസപേശികളുടെ സഹായം വേണം. നമ്മൾ തോർത്തൊക്കെ പിഴിഞ്ഞിട്ട് വെള്ളം കളയുന്ന പോലെ മാംസപേശികൾ വെയിനിനെ പിഴിഞ്ഞ് രക്തം മുകളിലേക്ക് എത്തിക്കണം. പലപ്പോഴും വെയിനിനകത്തുള്ള വാൽവുകൾ ചവിട്ടുപടികളെ പോലെ പ്രവർത്തിച്ചിട്ടാണ് രക്തം മുകളിലേക്ക് എത്തിക്കുന്നത്. എന്നാൽ ഒരുപാട് നേരം ഇരിക്കുകയോ നിൽക്കുകയോ ചെയ്യുന്നവർക്ക് ഈ മസിലുകൾ പ്രവർത്തിക്കുന്നില്ല, വാൽവുകൾ പതുക്കെ ലൂസായി വന്നിട്ടുണ്ടാവും. ഇത് കാരണം രക്തം കാലിൽ കെട്ടി നിൽക്കുന്നു. ഞാൻ മുമ്പേ പറഞ്ഞ കാലിലെ അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടു തുടങ്ങുകയാണ്. ഇതിനുള്ള കൃത്യമായ ഒരു പ്രതിവിധിയാണ് ഗ്രാജുവേറ്റഡ് കംപ്രഷൻ സ്റ്റോക്കിങ്സ്. ഇത് ടൈറ്റ് ആയിട്ടുള്ള ഒരു സോക്സ് പോലെയാണ്. നമ്മുടെ വെയിനുകൾ ഒരു പൈപ്പ് പോലെ എന്ന് വിചാരിക്കാം. ആ പൈപ്പിലൂടെയുള്ള വെള്ളം ഫോഴ്സ് കുറയുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ആ ഹോസ് പുറമെ വെച്ച് കൈ കൊണ്ടൊന്ന് അമർത്തി കൊടുത്താൽ അതിലുള്ള വെള്ളത്തിന്റെ ഫോഴ്സ് കൂടും. അതുപോലെയാണ് ഈ കംപ്രഷൻ സോക്സുകൾ. കാലിനെ പുറമേ നിന്ന് ഒന്ന് ടൈറ്റ് ആക്കുകയാണ്. ഇത് കാരണം രക്തം കാലിൽ നിന്ന് മുകളിലേക്ക് അത്യാവശ്യം ശക്തിയിൽ ഒഴുകി തുടങ്ങുകയാണ്. കാലിന്റെ നീര് കുറയാണ്. വാരിക്കോസ് വെയിൻ വരാനുള്ള സാധ്യത കുറയുന്നു. വാരിക്കോസ് വെയിൻ ഉള്ളവർക്കും ആശ്വാസം ലഭിക്കുന്നു. കാലിനകത്ത് രക്തം കട്ട പിടിക്കാനുള്ള സാധ്യത കുറയുന്നു. എന്നോട് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ കംപ്രഷൻ സ്റ്റോക്കിങ്ങുകൾ എങ്ങനെ തെരഞ്ഞെടുക്കാം. അതിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് കംപ്രഷൻ സ്റ്റോക്കിങ്ങിന്റെ ശക്തി അതല്ലെങ്കിൽ പ്രഷർ അറിയാന്നുള്ളതാണ്. അത് മില്ലിമീറ്റർ മെർക്കുറി എന്നുള്ള രീതിയിലാണ് പറയാം. ഏറ്റവും കുറഞ്ഞ പവർ ഉള്ളത് 8 മുതൽ 15 മില്ലിമീറ്റർ മെർക്കുറിയാണ്. ഇത് കാലിൽ ചെറിയ നീരുള്ളവർക്കും യാത്രകൾ പ്ലാൻ ചെയ്യുന്നവർക്കും മൃദുവായിട്ട് ഒരു കംപ്രഷൻ കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. ആ ഒരു പ്രഷർ അതൊരു ടൈറ്റ് സോക്സ് മാതിരി തോന്നുള്ളൂ. 15 മുതൽ 20 മില്ലിമീറ്റർ മെർക്കുറി വരെയുള്ള കംപ്രഷൻ സ്റ്റോക്കിങ്ങുകളുണ്ട്. അത് ഉപയോഗിക്കേണ്ടത് കുറച്ചൊരു നീരുള്ളവർ, ഒരുപാട് നേരം ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നവർ, ഒരു ദിവസം മുഴുവൻ ഇരുന്നോ നിന്നോ ജോലി ചെയ്യുന്നവർ. ഇനി 20 മുതൽ 30 പ്രഷർ മില്ലിമീറ്റർ മെർക്കുറി ഉപയോഗിക്കേണ്ടത് ആരൊക്കെയാണ്? അത്യാവശ്യം വാരിക്കോസ് വെയിൻ ഉണ്ട്, അത്യാവശ്യം നല്ല നീരുണ്ട്. ഇതൊരു മെഡിക്കൽ ഗ്രേഡ് പ്രഷറാണ്. പിന്നെ 30 മുതൽ 40 വരെ പ്രഷർ ഉള്ളത് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കേണ്ടതാണ്. ചുരുക്കി പറഞ്ഞാൽ സാധാരണഗതിയിൽ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ 15 മുതൽ 20 വരെയുള്ള പ്രഷറിന്റെ നോക്കിയിട്ട് വാങ്ങിക്കുക. നീര് കൂടുതലുണ്ടെങ്കിൽ 20-30ലേക്ക് പോവുക. രണ്ടാമത്തെ സ്റ്റെപ്പ് അതിന്റെ കറക്റ്റ് സൈസ് നോക്കി മനസ്സിലാക്കുക എന്നുള്ളതാണ്. കൂടുതൽ ലൂസ് ആവാനും പാടില്ല, കൂടുതൽ ടൈറ്റ് ആവാനും പാടില്ല. അതിനായിട്ട് കാലിന്റെ അളവ് എടുത്തിട്ട് നോക്കുക. കണങ്കാലിന്റെ ഭാഗത്തും മുട്ടിന് താഴെ കാലിന്റെ ഇറച്ചിയുള്ള ഭാഗത്തും പിന്നെ നിലത്ത് നിന്ന് കാലിന്റെ മുട്ടിലേക്കുള്ള അളവും നോക്കി വെക്കുക. മൂന്നാമത്തത് ഇതിന്റെ സ്റ്റൈല് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. മുട്ട് വരെ ഉള്ളതുണ്ട്, തൊടയുടെ ഭാഗം വരെ ഉള്ളതുണ്ട്, അതിന്റെ മുകളിലേക്കുള്ളതുണ്ട്. അത് നീര് എവിടെ വരെ ഉണ്ട് എന്നുള്ളതിനനുസരിച്ച് സെലക്ട് ചെയ്യാം. നാലാമത്തത് ഏറ്റവും പ്രധാന കാര്യമാണ് ഗ്രാജുവേറ്റഡ് കംപ്രഷൻ സ്റ്റോക്കിംഗ് എന്നുള്ളത് നോക്കണം. ഈ ഗ്രാജുവേറ്റഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ കണങ്കാലിന്റെ ഭാഗത്ത് നല്ല ടൈറ്റ് ആയിരിക്കും, മുകളിൽ മുട്ടിന്റെ ഭാഗത്തേക്ക് വരുന്നതോറും കുറച്ച് ലൂസായിട്ട് വരും. അങ്ങനെ വരുമ്പോൾ മാത്രമേ ഈ സ്റ്റോക്കിങ്ങിന്റെ യഥാർത്ഥ പ്രവർത്തനം നടക്കുള്ളൂ. അപ്പോൾ നമ്മൾ ടൂത്ത് പേസ്റ്റ് ഒക്കെ താഴേന്ന് പ്രഷർ കൊടുത്ത് മുകളിലേക്ക് തള്ളുന്ന പോലെ. മറ്റൊരു പ്രധാന കാര്യം രാവിലെ എണീറ്റ ഉടനെ തന്നെ ഇത് ധരിക്കുക എന്നുള്ളതാണ്. നീര് വരാൻ വെയിറ്റ് ചെയ്യരുത്. രാത്രി ഉറങ്ങുന്നതിന് മുമ്പായിട്ട് അടിച്ചു വെക്കുക. നല്ല ഫലം കിട്ടണമെങ്കിൽ ദിവസം മുഴുവൻ ധരിച്ചേ പറ്റൂ. എന്നിട്ട് ഒരു 3 മുതൽ 6 മാസം കൂടുമ്പോൾ ഇത് പുതിയത് വാങ്ങി മാറ്റിക്കൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ ഇത് ലൂസായി പോകും. ഓൺലൈനായിട്ടും മെഡിക്കൽ സ്റ്റോറുകളിലും കംപ്രഷൻ സ്റ്റോക്കിങ്ങുകൾ വലിയ വിലയൊന്നുമില്ലാതെ കിട്ടേണ്ടതാണ്. വാങ്ങുന്ന സമയത്ത് ഇതിന്റെ മെറ്റീരിയൽ നല്ലതായിരിക്കാൻ ശ്രദ്ധിക്കുക. പല ആളുകൾക്കും ഇത് തുടരാൻ താല്പര്യമില്ലാത്തത് അവർ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്. നല്ല മെറ്റീരിയൽ അല്ലാത്തത് സെലക്ട് ചെയ്യുന്ന കാരണം ഭയങ്കര ഡിസ്കംഫർട്ട് ആയിരിക്കും. അത് സൂക്ഷിക്കണം.